ഹലോ വെൽക്കം ടു ചിത്ത വീഡിയോ ലൈഫ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ക്ലീനിങ് ടൈം എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന അവധി ദിവസങ്ങൾ ചുരുക്കത്തിൽ 1-2 ആയിരിക്കും. അപ്പോൾ ആ ദിവസത്തിൻ്റെ പകുതി വരെ നമ്മൾ ഈ ക്ലീനിങ് ടൈമിന് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ നിങ്ങളുടെ കിച്ചണും വീടും ബാത്റൂമും ഒക്കെ ക്ലീൻ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ പറയുന്ന 1-2 സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ക്ലീനിങ് ജോലി വലിയ ഭാരമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ വൃത്തികേടായിട്ടുള്ള ഒരു സിങ്കാണ് കേട്ടോ. ഇത് ഞാൻ ഒരാഴ്ചയായിട്ട് കഷ്ടപ്പെട്ട് വൃത്തികേടാക്കി നശിപ്പിച്ചിട്ടിരിക്കുന്നൊരു സിങ്കാണ്. കാരണം വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു ക്ലീനിങ് ടൈമിൽ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാത്തൊരു സിങ്ക് ഉള്ളത് എന്നും ക്ലീൻ ചെയ്തതിന് ശേഷം ആ സിങ്ക് എങ്ങനെയാണ് മാറിയതെന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് അത് വിഷ്വലൈസ്ഡ് ആവണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് അമ്മയോട് പറയുന്നുണ്ട് ക്ലീൻ ചെയ്യരുത്, ജസ്റ്റ് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് വെള്ളം ഒഴിച്ചു വിടുകയോ ചെയ്യാവുള്ളൂ, എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അമ്മ അങ്ങനെ ഇട്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലോറക്സ് ആണ്. ക്ലോറക്സ് പലർക്കും പരിചയം ഉണ്ടാകും. പരിചയം ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുകയാണ്. നിങ്ങൾ ശ്വാസ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ ക്ലോറക്സ് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയ ഒരുപാട് പ്രൊഡക്ട്സ് പിന്നാലെ ഞാൻ പറയുന്നുണ്ട്. ആരോഗ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളിത് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത്. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ക്ലീനിങ് മെത്തേഡ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഞാൻ പറയുന്ന രീതിയിൽ ഉപയോഗിക്കാം. ക്ലോറക്സ് ഡയറക്റ്റായിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തോ നമുക്കിപ്പോൾ ഉപയോഗിക്കാം. കൂടുതൽ എഫക്റ്റിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾ ക്ലോറക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മാസ്കും ഒരു ഗ്ലൗസും നിർബന്ധമായും ധരിച്ചിരിക്കണം. അതിനുശേഷം ഡൈല്യൂട്ട് ചെയ്യാത്ത ക്ലോറക്സ് ആണ് കേട്ടോ ഇത്. അത് നമുക്കൊരു സ്പഞ്ച് മുക്കിയതിന് ശേഷം ജസ്റ്റ് ആ ഒരു സിങ്കിൽ എല്ലായിടവും ഒന്ന് നമ്മൾ നോർമലായിട്ട് തന്നെ സിങ്ക് കഴുകുന്ന രീതിക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നിങ്ങൾ ഈ ക്ലോറക്സ് യൂസ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. നോക്കിയേ, ഇപ്പം ആ ഒരു സ്പഞ്ച് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലെല്ലാം അഴുക്ക് എത്ര ഈസി ആയിട്ടാണ്. ഇതിന് ബലം കൊടുക്കണ്ട, നമ്മൾ ഒരുപാട് പ്രഷർ ചെയ്ത് നമ്മുടെ ഒരു ആരോഗ്യം മൊത്തം എടുത്തിട്ടൊന്നും അല്ല നമ്മൾ ഈ സിങ്ക് ഇപ്പോൾ കഴുകുന്നത്. ജസ്റ്റ് ഈ ഒരു സ്പോഞ്ചിൽ മുക്കുന്നു. അതിനുശേഷം നോക്കാം ആ ഒരു ഡിഫറൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് കിച്ചണിൽ മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മുടെ ഫ്ലോർ തുടയ്ക്കാനായാലും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അഴുക്കായി കിടക്കുന്ന ഒരു തുണിയുണ്ട്, അതിലെ അഴുക്കുകൾ കളയാൻ വേണ്ടിയിട്ടായാലും അതുപോലെ തന്നെ ബാത്റൂം ക്ലീൻ ചെയ്യാനായാലും ക്ലോറക്സ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നാട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ക്ലോറക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിനെ ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലോറക്സ് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. എൻ്റെ ടാഗിൽ തന്നെ 99.9% ജെംസിനെയും അത് കില്ല് ചെയ്യും എന്നുള്ളത് ആക്ച്വലി ക്ലോറക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പക്ഷേ നാട്ടിലെ ക്ലോസറ്റിലും ബാത്റൂമിലും ഒക്കെ ക്ലോറക്സ് യൂസ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇപ്പം നമ്മുടെ സെപ്റ്റി ടാങ്കിലേക്കൊക്കെ ക്ലോറക്സ് ചെന്ന് വീഴുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ബാക്ടീരിയാസിനെയും കൂടി ഇത് നശിപ്പിച്ച് കളയും. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അബ്രോഡൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നമുക്കതൊരു വലിയ വിഷയമല്ല. പക്ഷേ നാട്ടിലുള്ള സെപ്റ്റി ടാങ്കുകളിലും മറ്റും ഈ ഒരു ക്ലോറക്സ് എത്തിപ്പെട്ട് അതിലെ ജംസ് എല്ലാം നശിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് ബാത്റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്ട്സ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, അത്യാവശ്യം നല്ല ഡീപ്പ് ക്ലീനിങ് തന്നെയാണ്. ജസ്റ്റ് അമ്മ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലൗസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പിന്നെയും പറയുന്നത് നമുക്ക് സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിനെ കെയർ ചെയ്യുക തന്നെ വേണം. എപ്പോഴും ഒരു ഗ്ലൗസ് ധരിച്ചതിന് ശേഷം മാത്രമേ ഡൈല്യൂട്ടഡ് അല്ലാത്ത ക്ലോറക്സിൽ നിങ്ങൾ കൈവയ്ക്കുക. ഓക്കെ, ഡൈല്യൂട്ടഡ് ആണ്, കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഡിറ്റർജൻ്റ് ഒക്കെ ഇട്ട ഒരു ക്ലോറക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായ രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല. നമുക്കപ്പോൾ അത് കൈവച്ച് എടുക്കുന്നത് കൊണ്ട് വലിയ രീതിയിൽ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കൈകൾ ഡ്രൈ ആവും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ക്ലീൻ ചെയ്യുന്ന ടൈമിൽ തന്നെ എത്ര വൃത്തിയായിട്ടാണ് ആ ഒരു സിങ്കിൻ്റെ ഓരോ പാർട്സും ക്ലീനായി വരുന്നത് എന്ന്. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് കള്ളത്തരം ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യുകയാണ് എങ്ങനെയാണ് ആ ഒരു ചേഞ്ചസ് വരുന്നത്, അതെങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നതെന്ന്. നോക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു സ്റ്റീൽ പോലെയുള്ള പാത്രങ്ങളൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നത് പോലെ തോന്നും. പക്ഷേ നമ്മൾ ക്ലോറക്സ് കുറച്ച് ഡേഞ്ചർ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഗ്ലൗസും മാസ്കും ഒക്കെ യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊന്നും നിങ്ങൾ ക്ലോറക്സ് ഇട്ട് കഴുകരുത്. ഓക്കെ, എല്ലാം വീട്ടിൽ തിളങ്ങട്ടെന്നും പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളൊന്നും എടുത്ത് അതിൻ്റെ അകത്ത് ഇടരുത്. അപ്പം എല്ലാ പ്രൊഡക്ട്സും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളത് പ്രത്യേകം ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഒരു ടൈൽസിൽ പറ്റിപ്പറിച്ചിരിക്കുന്ന കറകളൊക്കെ അത് നിങ്ങൾക്ക് കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ടൈമിലൊക്കെ ക്ലോറക്സ് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ അബ്രോഡൊക്കെ താമസിക്കുന്നവർക്ക് ബാത്റൂമിലായാലും പിന്നെ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു കാര്യം, ബാത്റൂമിലൊക്കെ ക്ലോറക്സ് യൂസ് ചെയ്യുന്ന അബ്രോഡുള്ള ആളുകൾ എപ്പോഴും എക്സോസ്
ക്ലോറക്സ് യൂസ് ചെയ്യണം. ഇപ്പോൾ കിച്ചണിലാണെങ്കിൽ തന്നെ നിങ്ങൾ എക്സോസ്റ്റ് ഇടണം, അതല്ല നാട്ടിലാണെന്നുണ്ടെങ്കിൽ ജനൽ തുറന്നിടണം. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഈ വൈപ്പ് ചെയ്ത് കളയുന്ന ഈ ഒരു ക്ലോത്ത് കണ്ടില്ലേ, ഇത് ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ആക്ച്വലി. ജസ്റ്റ് ഈ വെള്ളത്തിൽ ഇതിങ്ങനെ വൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു വെള്ളം മുഴുവൻ ഇത് അബ്സോർബ് ചെയ്യും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞാൽ മാത്രം മതി. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിങ്കിൻ്റെ ഏകദേശം ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും. കണ്ടില്ലേ ഇതെങ്ങനെയാണ് ഇരുന്നിരുന്നത്, ഇതിപ്പോൾ എങ്ങനെയാണുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഈസിലി വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വെറുതെ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. ഞാനിത് ഒരു 10 എണ്ണമായിട്ട് വാങ്ങിയതായിരുന്നു. ഏകദേശം ഒരു 300 റുപ്പീസിനകത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയത്. ഇനി ക്ലോറക്സ് ഒരു തുണിയിൽ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നത് എന്ന് കാണിച്ചു തരാം. അതെങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായി കിട്ടും എന്നുള്ളത്. ഇവിടെ അധികം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ ഇങ്ങനെ പാവയ്ക്കൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു തോർത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ക്ലോറക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കൈ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇതിൽ നല്ലതുപോലെ ഡിറ്റർജൻറ്റ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു അരമണിക്കൂർ ആ ഒരു തോർത്ത് ക്ലോറക്സിൽ മുക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു 15-20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു തോർത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അത് നമ്മൾ എങ്ങനെയാണ് കഴുകി എടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ അതെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഏകദേശം ആ ഒരു മഞ്ഞളും മുളകും ഒക്കെ അതിൽ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു കിച്ചൺ സിങ്കിലിട്ട് തന്നെയാണ് അത് വൃത്തിയാക്കി എടുക്കുന്നത്. നമ്മൾ കിച്ചണിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു തോർത്താണ്. ആ ഒരു നിറം കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് മുളകും മല്ലിയൊക്കെ ഉണങ്ങി പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കഴുകി വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ളൊരു റിസൾട്ടാണ് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് കള്ളത്തരങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം ആ പഴയ തോർത്ത് തന്നെയാണിത്. പക്ഷേ അത് എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയി എന്നുള്ളത് നിങ്ങൾക്കറിയാം. മഞ്ഞൾപ്പൊടിയുടെയൊക്കെ കറ പിടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഇതാണെന്ന്. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു അടുത്തതായിട്ട് ക്ലോറക്സ് യൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ വേറെ ഒന്ന് കാണിച്ചു തരാമെന്ന്. അത് ഈ ക്ലോറക്സിൻ്റെ കിച്ചൺ ക്ലീനറാണ്. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ബ്ലീച്ച് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടും ഈ ക്ലോറക്സ് ഉണ്ടാക്കില്ല. ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ഒരു ടീപ്പോ ആണ്. അത്യാവശ്യം ചായക്കറിയൊക്കെ പിടിച്ചിട്ട് വൃത്തികേടായിട്ടിരിക്കുന്ന ഒരു ടീപ്പോ ആണ്. അപ്പോൾ അതിൽ ഇതെങ്ങനെ വർക്കാവും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിതൊരു 2 തവണ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇത് ഞാൻ മുമ്പേ കാണിച്ചിട്ടുള്ള ആ ഒരു അബ്സോർബൻസ് സ്ക്രബ് പാഡാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം നമ്മൾ അധികം ബലം കൊടുക്കാതെ തന്നെയാണ് ഇത് തുടച്ചെടുക്കുന്നത്. വെറുതെ ജസ്റ്റ് നമ്മൾ സാധാരണ രീതിയിൽ തുടയ്ക്കുന്നത് പോലെ നിങ്ങൾക്ക് ക്ലിയർലി വിസിബിളാണ് അതിൻ്റെ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ആ ഒരു ടീപ്പോയിലുണ്ടായിരുന്ന ചായക്കറിയും കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് ജസ്റ്റ് സെക്കൻഡുകൾ കൊണ്ടാണ് അത് സംഭവിച്ചത്. ഈ ഒരു ക്ലോറക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് 2-3 മിനിറ്റ്സ് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര സമയം പോലും എടുക്കില്ല. ഇതൊക്കെ ഭയങ്കര നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ടിപ്സ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. ഇതൊക്കെ നാട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് മറ്റേ ക്ലോറക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ശ്വാസമുട്ടൽ അല്ലെങ്കിൽ നേരിയ ഇച്ചിങ് കാര്യങ്ങൾ, കുറച്ച് സ്കിൻ ഡിസീസസ് അങ്ങനെയുള്ളതൊന്നും ഈ ഒരു ക്ലോറക്സിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇത് കംപ്ലീറ്റ്ലി ബ്ലീച്ച് ഫ്രീ ആയിട്ടുള്ളതാണ്. ശ്വാസതടസ്സമുള്ളവർക്കും ശ്വാസമുട്ടുള്ളവർക്കും ഒക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നോക്കൂ ആ ടൈൽസ് നിന്ന് എങ്ങനെയാണ് ആ ഒരു അഴുക്കൊക്കെ പോകുന്നത് എന്ന്. നമ്മൾ ജസ്റ്റ് 2 സ്പ്രേ ചെയ്യുന്നു, ഓക്കെ, അതോടുകൂടി ആ ഒരു സർഫസ് പിന്നെ ക്ലീൻ ആണ് എന്നുള്ളതാണ്. ഇതുകൊണ്ടൊക്കെ ഞാൻ നിങ്ങളുടെ ജോലി എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും, ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ ഒരു ബർണറിലുള്ളത് കുറേ നാളായിട്ട് പറ്റിപ്പിടിച്ച ചായക്കറിയാണ്. ഇത് ഞാൻ വൃത്തിയാക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയായിരുന്നു. നിങ്ങൾ വിചാരിക്കും എനിക്ക് വൃത്തിയും എടുപ്പൊന്നും ഇല്ലെന്ന്, പക്ഷേ അങ്ങനെയല്ല. ആക്ച്വലി ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പോകുന്നത്, നമ്മളിതൊരു 2-3 മിനിറ്റ്സ് സ്പ്രേ ചെയ്തതിന് ശേഷം വെച്ചിരുന്നു, കണ്ടില്ലേ എങ്ങനെയാണ് അത് ഈസിലി ആ ഒരു സ്ക്രബ് പാഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്നുള്ളത്. ഞാനിപ്പോൾ എത്ര കിടന്ന് ഇത് ഉപയോഗിച്ചാൽ ഇങ്ങനെ പറ്റും അങ്ങനെ പറ്റുമെന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ക്ലിയർ വിഷ്വലൈസേഷനാണ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ബലം കൊടുത്ത് അല്ലെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബർ എടുത്ത് കുറേ നേരം പിടിച്ച് അങ്ങനെയുള്ള ആവശ്യങ്ങളില്ല ഇവിടെ. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം ഉപകാരപ്രദമാണ് എന്നുള്ളത്. ഇതുപോലെ തന്നെ 99.9% ജംസിനെയും കൊല്ലുന്നതാണ്. അതുകൊണ്ട് തന്നെ ജംസ് ഫ്രീ ആയിട്ട് നമ്മുടെ കിച്ചൺ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഈ ഒരു കബോർഡിൻ്റെ ഭാഗമാണ്. അതിൽ എന്തോരം സാധനങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും.
കണ്ടില്ലേ മുമ്പുണ്ടായിരുന്ന ആ ഒരു പാട്. ഇത് ഒരു 2-3 മിനിറ്റ്സ് സ്പ്രേ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാടുമില്ല. നമ്മൾ ഒരു ബലവും കൊടുക്കണ്ട. ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്ക്രബ് പാഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നൈസായിട്ട് തുടച്ചെടുക്കാൻ പറ്റും. ഇനി അതല്ല തറയിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മറ്റേ ക്ലോറക്സ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റേ ക്ലോറക്സ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈസിലി ഇത് നിങ്ങൾക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ക്ലോറക്സ് ആണ്, ബ്ലീച്ച് ഫ്രീ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഈസി ആയിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്വാസതടസ്സം നേരിടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഒരാൾക്ക് മാത്രം ഉപകാരപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറേ പ്രോഡക്റ്റ്സ് എടുത്ത് വെച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ എങ്ങനെയാണത് പോയതെന്ന്. ഒരുപാട് അമർത്തി തുടച്ചിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒരു ടർക്കി എടുത്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു സർഫസാണ്. ആ ഒരു കറയും കാര്യങ്ങളും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലോറക്സ് ഇത്രത്തോളം ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇനി അതല്ല, നമുക്കിനി ഏതെങ്കിലും ഒരു സ്റ്റീൽ സർഫസിലോ അല്ലെങ്കിൽ സ്റ്റീൽ കറ പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിവിടെ യൂസ് ചെയ്യാത്തൊരു സാധനമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം. ഇതിലിപ്പോൾ കുറേ അഴുക്കും അതുപോലെ തന്നെ അതിൻ്റെ പശയും ഒക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. ഞാൻ ഇതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണിപ്പം. കണ്ടില്ലേ ഇതെങ്ങനെയാണ് പോകുന്നത്, മുമ്പ് ഇതിന് എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളത് ക്ലിയർലി വിസിബിൾ ആണല്ലോ. നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം നിങ്ങൾ വാങ്ങി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു രോഗപ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ക്ലീനിങ് പരിപാടിയൊക്കെ വളരെ ഈസി ആക്കാൻ പറ്റും. ഇത് ടൈൽസിലും ഒരുപാട് എഫക്റ്റീവാണ് കേട്ടോ. നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കറയും കാര്യങ്ങളും എല്ലാം പോയി. ഇതിൽ കാണുന്നത് ആ ഒരു ടൈലിൻ്റെ ഡിസൈനാണ്, അതൊരു കറയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഈ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നിരിക്കുന്ന അതിൻ്റെ ഡിസൈനാണ്. പക്ഷേ ബാക്കിയുള്ള കറകളും കാര്യങ്ങളും എല്ലാം ഈസി ആയിട്ട് പോയി കിട്ടി. ഇതും സുനോവയുടെ ഒരു ഡിസിൻഫെക്റ്റൻറ്റ് ക്ലീനറാണ്. ഇത് ഇതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ഡ്രെയിനേജ് പമ്പ്, ഇത് ആക്ച്വലി നമ്മുടെ ബാത്റൂമിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ബ്ലോക്ക് അങ്ങ് മാറിക്കിട്ടും. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഒരു ഡ്രെയിനേജിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടില്ല, അതിനുശേഷം നമ്മൾ അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രെയിനേജ് ഓപ്പൺ ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ഉപയോഗിക്കുന്നൊരു പമ്പാണ് കേട്ടോ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾക്ക് എത്ര വലിയ ബ്ലോക്ക് ഉണ്ടെങ്കിലും ഈ ഒരു പ്രഷർ ചെല്ലുന്ന സമയത്ത് അത് ബ്ലോക്ക് മാറിക്കിട്ടും. ഇനി അതല്ല, ആ ഒരു ബ്ലോക്ക് നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡാക്ക്. ഇതൊരു ഡ്രെയിൻ ഓപ്പണർ തന്നെയാണ്. ഇതിൽ ഒരു പൗഡർ ഫോമിൽ, ഒരു ക്രിസ്റ്റൽ ഫോമിലാണ് ഈ ഒരു ഡാക്ക് വന്നിരിക്കുന്നത്. ഇത് നാട്ടിലും അവൈലബിൾ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് നമ്മളൊന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു തരിതരിയായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡാക്ക് ഏകദേശം ഒരു 2 അടപ്പോളം എടുത്തതിന് ശേഷം ജസ്റ്റ് ഡ്രെയിനേജിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 1 അവർ വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ആ ഒരു ബാത്റൂം ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഒരു 1 അവർ കഴിഞ്ഞ് നിങ്ങൾ ചെന്ന് നോക്കുമ്പം അത് ആ ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയ സബ്സ്റ്റൻസ് പതഞ്ഞു പൊങ്ങി മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് സുനോവയുടെ ഒരു അബായ ഷാമ്പു ആണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ബ്രാൻഡ്സിൻ്റെ അവൈലബിൾ ആണ്, അത് നാട്ടിലും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നല്ലൊക്കെയുള്ള അബായാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിറം ഇളകാൻ പാടില്ലാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷാമ്പു ഭയങ്കര അടിപൊളിയായിട്ട് ഒരുപാട് പതയൊന്നും ഇല്ലാതെ, ഒരുപാട് അങ്ങോട്ട് സോപ്പുമായി ഇല്ലാതെ നമ്മുടെ അബായസിനെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കും. അതുപോലെ പാർട്ടി വെയർ ഡ്രസ്സസ് ആണെങ്കിലും ഇതിൽ കഴുകിയെടുക്കാൻ പറ്റും. ഒരു പ്രത്യേക മണവും ഉണ്ട് കേട്ടോ, ഭയങ്കര ഫ്രഷ്നെസ്സാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലോറക്സും മറ്റേ വലിയ ക്ലോറക്സ് ഉപയോഗിച്ച് കഴുകാൻ പാടില്ലാത്ത കുറച്ച് ലോഹപാത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വിളക്ക് പോലെ വരുന്ന പാത്രങ്ങളൊക്കെ അല്ലെങ്കിൽ വിളക്ക് പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കഴുകാൻ പറ്റുന്ന ഒരു സ്ക്രബ്ബർ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് ഇവിടുത്തെ അഞ്ചറിയൽ കടകളിലൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത് സ്റ്റീലിൻ്റെ നാരുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ്. ഇത് നിങ്ങൾ ഷോപ്പിലൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതിന് പ്രത്യേകിച്ച് ഞാൻ ഓൺലൈൻ വാങ്ങിയതല്ലാത്തതുകൊണ്ട് ലിങ്ക് എനിക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ആ ഒരു പോർഷൻ മാത്രം മതിയാവും നമുക്ക് ആ ഒരു വിളക്ക് ഭയങ്കര ഭംഗിയായിട്ട് വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ട്. ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫെയറിയോ പ്രില്ലോ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഈ ഒരു വിളക്കിലേക്ക് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ നമ്മൾ സാധാരണ വിളക്ക് തേക്കുന്ന രീതിക്ക് തന്നെ ഒന്ന് തേച്ചെടുക്കുക. ഇപ്പം നിങ്ങൾ പുളിയും നാട്ടിലുള്ള ആളുകളൊക്കെ പുളിയൊക്കെ യൂസ് ചെയ്ത് കഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
ഇപ്പോൾ പരമ്പരാഗത രീതി അല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, അത് ക്ലിയർലി വിസിബിളാണ് അതിനുണ്ടാവുന്ന ചേഞ്ച്. കണ്ടില്ലേ, അത് ഈ ഒരു സ്ക്രബ്ബറിൻ്റെ എഫക്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രില്ലിൻ്റെ ഒന്നും അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്താലും ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു സ്ക്രബ്ബർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ വെട്ടിത്തിളങ്ങും. ഇതൊക്കെ കഴുകിയെടുക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് വിസിബിൾ ആവുകയും ചെയ്യും. നല്ലതുപോലെ ഇതിൽ ഇപ്പോൾ നമ്മൾ സാധാരണ വിളക്ക് തേക്കുന്ന അത്രയും സമയം എടുത്ത് തന്നെ നിങ്ങൾ ജസ്റ്റ് തേക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കഴുകി എടുക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. കണ്ടില്ലേ, പിന്നെ ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്ക്രബ്ബർ നമുക്ക് ഒരു തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഒരു വൺ ടൈം മാത്രം യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് ഇത്. വെള്ളം തട്ടി കഴിയുമ്പോഴത്തേക്ക് ഇത് ഏകദേശം ഒരു പഞ്ഞി പോലെ ആയിപ്പോവും. പിന്നെ ഇത് നമ്മൾ വേസ്റ്റിലിട്ടേക്കണം. കാര്യം നമ്മളത് വേറെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം തുരുമ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് കളയുക എന്നുള്ളതേ ഉള്ളൂ, വീണ്ടും ഉപയോഗിക്കുക എന്നുള്ള ഒരു ഇത് പറ്റില്ല കേട്ടോ. കണ്ടില്ല, അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ അതിനുശേഷം ഈ ഒരു വിളക്ക് വന്നിരിക്കുന്നത് ഈ ഒരു രീതിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അല്ലാതെ പാത്രത്തിലൊക്കെ ഉപയോഗിക്കുന്നവരും ഉണ്ട്. അടുത്ത ചോദ്യം, ക്ലോറക്സ് അല്ലാതെ വേറെ ഏത് പ്രൊഡക്റ്റാണ് എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ജിഫ് ക്രീമിൻ്റെ ഒരു വിത്ത് മൈക്രോ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റിസൾട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ക്ലോറക്സ് പോലെ തന്നെ ഭയങ്കര ഭംഗിയിൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ക്ലോറക്സ് ഓൾറെഡി ബ്ലീച്ചൊക്കെ ഉള്ളതാണ്, അതുപോലെ തന്നെ ബ്ലീച്ച് ഇല്ലാത്ത ക്ലോറക്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ലാത്തൊരു ക്രീമാണിത്. ഇത് ഒരു ക്രീമി കൺസിസ്റ്റൻസിലായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ആ സമയത്ത് തന്നെ കുറേ നേരം വെച്ച് പിടിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു ഇതും വേണ്ട. ജസ്റ്റ് നമ്മളൊരു സ്റ്റീൽ സ്ക്രബ്ബർ എടുക്കുക, നന്നായിട്ട് തേച്ച് കഴുകുക. നമ്മുടെ സിങ്ക് നമ്മൾ നോർമലി കഴുകുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ കഴുകുക. അതിനുശേഷം ആ സിങ്കിനുള്ളിലുള്ള പ്രൊഡക്ട്സും നമുക്ക് ഇതിപ്പോൾ നമ്മൾ ക്ലോറക്സ് ഉപയോഗിച്ച് കഴുകിയിട്ടുള്ള ഒരു സിങ്കായിരുന്നു നേരത്തെ. അത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണിത്. അപ്പോഴും ഇത്ര അഴുക്കൊക്കെ ആയിട്ടുള്ളൂ, ഇത്ര എന്നെ കൊണ്ട് ഈ പ്രാവശ്യം പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അത് കഴുകിയിട്ട് എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് എന്നുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ ഒരാഴ്ചയൊക്കെ സിങ്കിൽ എന്തായാലും വൃത്തികേടാവും. കുറേ പാത്രങ്ങളും എണ്ണമെഴുക്കുള്ള സാധനങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ, അല്ലെങ്കിൽ പാത്രം കഴുകുന്നതല്ലേ. അപ്പോൾ എന്തായാലും സിങ്കിൽ അഴുക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈസിലി എങ്ങനെ അത് കളയാം എന്നുള്ളതിലാണ് നമുക്ക് കാര്യം. പെട്ടെന്ന് നമ്മുടെ പണി എങ്ങനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണി എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പോലും കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ആ ഒരു ജിഫ് ക്രീം ജസ്റ്റ് ആ ഒരു വെള്ളം പോകുന്ന വഴിയിൽ തന്നെ എങ്ങനെയാണ് അതിന് മാറ്റം വരുന്നതെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റുമല്ലോ. ഞാനിതിൽ പ്രത്യേകിച്ച് കള്ളത്തരോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രമോഷൻ പരിപാടിയോ അങ്ങനെയൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇരുന്നിരുന്നത് ആ ഒരു സിങ്ക്, ഇപ്പോൾ എങ്ങനെയാണുള്ളതെന്ന് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം. ഇപ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ കൂടെ കഴുകിയെടുക്കുമ്പോൾ തന്നെ സിങ്ക് നല്ല രീതിയിൽ തിളങ്ങുന്നത് പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ സിങ്കിനകത്തുള്ള പ്രോഡക്റ്റ്സൊക്കെ ജിഫ് വെച്ച് കഴുകി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാമല്ലോ ആ ഒരു തിളക്കം എങ്ങനെയാണ് എന്നുള്ളത്. അത്ര നല്ല രീതിയിൽ നമ്മുടെ സിങ്ക് വെട്ടി തിളങ്ങും കേട്ടോ. അത് ജിഫ് ക്രീം നല്ല ഒരു ഓപ്ഷനാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഓക്കെ ക്ലോറക്സ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ട് നോക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ജിഫ് ക്രീമാണ്. അത് നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത്, അതെങ്ങനെയാണ് സിങ്കിലെ പ്രോഡക്ട്സിനെയൊക്കെ വൃത്തിയാക്കി വയ്ക്കുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലായല്ലോ അല്ലേ. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് മുൻപ് ഡാക്കിൻ്റെ കാര്യം. ഡാക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇതും നമുക്ക് ഡ്രെയിനേജൊക്കെ ക്ലോസ് ആയിപ്പോയാൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതാണ് ക്ലോറക്സിൻ്റെ കിച്ചൺ ക്ലീനർ വന്നിട്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രില്ലല്ല, ഫെയറിയാണ് കുറച്ചുകൂടി റീസണബിൾ പ്രൈസിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ സുനോവ നിങ്ങൾക്ക് ക്ലീനിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ആ ബായ ഷാമ്പൂവിൻ്റെ കാര്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് നിങ്ങൾ വാങ്ങിക്കണം എന്നല്ല, ഇതൊക്കെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ 1-2 പ്രോഡക്റ്റ്സ് മതിയാവും. അത്രയും തന്നെ ധാരാളമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും. അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ക്ലീനിങ് പർപ്പസൊക്കെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആസ് എ ബിഗിനർ എനിക്കത് നല്ലൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്